ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ രണ്ടാമത്തെ വീഡിയോ എടുക്കുകയാണ്. അപ്പം എൻ്റെ തംബ്നെയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അനുമോളുടെ വിഷയമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ടു അനുമോൾ. അങ്ങനെ അനുമോളുടെ ലൈഫിലെ ഒരു അനദർ ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രതീക്ഷിക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ വിവാഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് പറയും അനുമോളുടെയാണ്. ഒരു പ്രതീക്ഷ, ഒരു ന്യൂസ്, ഒരു പോസ്റ്റോ, ഒരു ലൈക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ അവരുടെ കല്യാണം അനൗൺസ് ചെയ്യുന്നു, ഇന്നതാണ് സേവ് ദ ഡേറ്റ്, രംഗോലി, അത് ഇത് എന്ന് പറഞ്ഞിങ്ങനെ 100,000 പരിപാടി വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ഏതോ ഒരു പേജിൽ ഞാൻ പെട്ടെന്ന് കണ്ട ഒരു സാധനമാണ് അനുമോൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഷോക്കായി, ഇത് ശരിക്കും റിയൽ ആണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ തുറന്നു നോക്കിയ സമയത്ത് അതെ, സംഭവം റിയലാണ്. എല്ലാ പേജിലും വന്നിട്ടുണ്ട്. ഗുരുവായൂർ വെച്ചാണ് കല്യാണം, ഔട്ട്ഫിറ്റ്, അത് ഇത് പിന്നെ അങ്ങോട്ട് ഏത് പേജുകളിലും അനുമോളുടെ കല്യാണം. ഈവൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വിഷയങ്ങൾ എടുത്തു വെച്ച് അനുമോളുടെ വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അനുമോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലിപ്സ് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാ തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പോൾ മതിയടീന്ന്. ഇതാണ് വീഡിയോ. ഇതല്ലാണ്ട് ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു അനുമോളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അനുവിൻ്റെ യൂട്യൂബിലാണെങ്കിലും എനിക്ക് തോന്നുന്നു 3-4 വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കല്യാണം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് അവളുടെ കല്യാണം എന്ന് പറയുന്നത് അവൾക്ക് എത്രത്തോളം സ്പെഷ്യലാണ് എന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയൂ. ഇത് ഈവൻ ഈ എന്താ പറയുക, ഈ കല്യാണം വീട്ടിൽ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ചിലരിങ്ങനെ ഒളിച്ചോടി പോകില്ലേ, അതെന്ന് വെച്ചാൽ വളരെ വിഷമവും സങ്കടവും ഇങ്ങനത്തെ കുറേ ഇമോഷൻസ് മനസ്സ് കൂടെ കടന്നു പോയിട്ട് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ആ സമയം അവർക്ക് ഒരിക്കലും ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ആ റിയാലിറ്റിയിലോട്ടൊക്കെ ഒന്ന് കടന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് വിഷമമൊക്കെ കഴിഞ്ഞ് അപ്പോഴും വിഷമമാണ്, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം, അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകും. അത് കഴിഞ്ഞ് പിന്നെ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുമ്പോഴേക്ക് പിന്നെ ബേബീസായി, ലൈഫായി, അങ്ങനെ. പക്ഷെ ഒരു അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടുകാരുടെയൊക്കെ ഒരു അക്സെപ്റ്റൻസ്, വീടിനെ മിസ് ചെയ്യുന്ന കുറേ ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും താൻ വിചാരിച്ച പോലെ തൻ്റെ ലൈഫ് ടു എ പാർട്ട്ണർ പോവുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ്, ബ്യൂട്ടിഫുൾ ഇവൻ്റാണ്. അപ്പോൾ അതിങ്ങനെ നല്ല അടിപൊളിയായി പോയിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സാധനം വന്നത്. ഇടയിലാണ് ഓഫ് കോഴ്സ് നെഗറ്റീവ് കമൻറ്റ്, ആ നെഗറ്റീവ് കമൻറ്റിനുള്ള റെസ്പോൺസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നത്. ഞാൻ ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. ഞാൻ ആളുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൊതുവെ ആളുടെ വീഡിയോസ് ഇരുന്ന് കാണുന്നതുമാണ്. ആളും ഈ ഒരു വിഷയത്തെ, ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഓക്വേർഡ് ഫീൽ വന്നു. വരാനുള്ളതിൻ്റെ ഒരു റീസൺ, ഒന്ന്, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു വിഷയത്തെ ഈ രീതിയിൽ ചിന്തിച്ച് വളച്ചൊടിക്കാൻ സാധിച്ചത് എന്നൊരു സാധനം. രണ്ടാമത് എനിക്ക് വന്നൊരു സാധനം, അനുമോളുടെ ലൈഫിൽ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് നടന്നുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ എങ്ങനെ ഇത്രയും ഹെയ്റ്റ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഹെയ്റ്റ് എന്ന രീതിയിൽ ആ വിഷയത്തെക്കുറിച്ചിട്ട് ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് തോന്നി. അപ്പം അതുകൊണ്ട് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് വിഷയത്തെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് പോകും.
അപ്പോൾ അനു റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് അല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആളുടെ യൂട്യൂബ് ചാനലിൽ. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നെൻ്റെ ഒരു വിചാരം. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ അനു ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കാറിൽ പോകുന്നു, വീട്ടിലെത്തുന്നു, പിന്നെ വീട്ടിലെ പാൽ കുടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ ചടങ്ങുകളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വ്ളോഗ്. ആ വ്ളോഗ് ഇട്ട സമയത്ത് ആ വ്ളോഗിൽ അനു കാണിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെ ആൾക്കാർ പറഞ്ഞത് ക്യൂട്ട്നെസ് വാരിയിടുന്നു, അമ്മായിയമ്മേനെ ഓവർ പൊക്കിയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത്, ലോകത്ത് അനു മാത്രമാണോ ഇങ്ങനെ കല്യാണം കഴിച്ച എത്ര വ്യക്തികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അനുവിൻ്റെ മറുപടി ഓൾറെഡി അവരുടെ യൂട്യൂബേഴ്സിനുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ വീഡിയോയിൽ കമൻറ്റ് ഇട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കത് വായിച്ചിട്ട് ആ വീഡിയോയിലോട്ട് പോകാം. അനുവിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഹേ ഫ്രണ്ട്സ്, എൻ്റെ ഈ വ്ളോഗിന് താഴെ വന്ന ചില കമൻറ്റുകൾ കണ്ടു. അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇത്രയും നാൾ എൻ്റെ വ്ളോഗുകൾ ഞാൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന രീതിയും എനർജിയും നിങ്ങൾക്ക് പരിചിതമായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ സന്തോഷവും ആവേശവും എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണും. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണ്. സന്തോഷവും കുറച്ച് കൂടുതലായിരിക്കും, സംസാരവും കുറച്ച് കൂടുതലായിരിക്കും. അതിന് ഓവർ എന്ന് കാണാതെ ആ നിമിഷത്തിൻ്റെ സന്തോഷമായി കാണാൻ ശ്രമിക്കുക. എൻ്റെ ഭർത്താവ് മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണ്. പുതിയൊരു ഭാഷയും പുതിയൊരു പ്രേക്ഷക സമൂഹവും നേരിടുമ്പോൾ ആർക്കും കുറച്ച് ഷൈ ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് സംയമനത്തോടെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഇന്നും പഴയ അനുമോൾ തന്നെയാണ്. ഓവറാക്കാനോ ആരെയെ കാണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജീവിതത്തിലെ ഒരു സന്തോഷകരമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നതിലുപരി മറ്റൊന്നുമില്ല. സ്നേഹത്തോടെ കൂടെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പോസ്റ്റ് കൂടി ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് സ്പ്രെഡായത്. ഒന്ന്, അനു ഓവറാണ് എന്നുള്ളത്. ആൻഡ് രണ്ടാമത് സ്പ്രെഡായിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, അനുവിൻ്റെ ഹസ്ബൻഡ് ഒന്നും മിണ്ടുന്നില്ല, വായടച്ച് മേലോട്ട് നോക്കിയിരിക്കുകയാണ്, അനു മാത്രം എന്താണ് ഓവറാക്കുന്നത് എന്നുള്ളൊരു സാധനം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ പറയാനുള്ളൂ. ഒന്ന്, ആൾ തമിഴനാണ്. അപ്പോൾ ആൾക്ക് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് പാടുണ്ടാവും. രണ്ടാമത്തത്, ആളെ സംബന്ധിച്ച് ഇത്രയും വലിയ മീഡിയക്കാർ വരിക, ഇവർ വരിക എന്നറിയാമെന്ന് പറഞ്ഞാൽ ആൾ തന്നെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് വരുന്നൊരിതുണ്ട്. പിന്നെ പെട്ടെന്നൊരു വ്ളോഗ് ക്യാമറയിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ ഇത് എല്ലാവരും ഒരുപോലെ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ വന്നിരുന്ന് തുറന്ന് ഞാൻ സംസാരിക്കുന്നത് പോലെ എനിക്കൊരു വേറെ ചാനലിൽ വന്നിരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. എൻ്റെ സ്പേസും ഈ സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ എന്താ സമ്മതിക്കാറ്? നമ്മൾ പറയുന്ന പോലെയല്ല. എത്രയൊക്കെ സ്ട്രോങ് ആയ ബോൾഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും നെഗറ്റീവ് കമൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി സങ്കടം വരും, നമുക്ക് ഹേർട്ടാവും, നമ്മുടെ മൂഡ് പോവും, നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവും. നമുക്ക് അധികമൊന്നും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യില്ല, തോന്നൂല്ല, നമ്മളെ കൊണ്ട് പറ്റൂല. അത് നിങ്ങളെല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഇതിനെ പറ്റി പറഞ്ഞത്. ഇനി ഓവർ ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. ജൂണിൽ വന്നു. അപ്പം അന്ന് മുതൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട്. ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു, അത് വരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ജാസ്മിൻ മറ്റേ ഇത് ഏമ്പക്കം, അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡറൊക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറയിൽ നോക്കണം, രണ്ടും വെച്ചിട്ടുണ്ട്. ഇതല്ലേ അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഭുവൻ ഫോൺ വിളിക്കുമ്പോൾ അനു ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ, ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് പക്ഷെ അങ്ങനെ ഇല്ലല്ലേ. ഈ ഒരു പീസ് അത്യാവശ്യം നല്ല ഡിസ്കഷൻ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിനൊരു റീസൺ, ഈ ഒരു പീസിൽ അനു കാണിച്ചിട്ടുള്ള അനു സംസാരിച്ചിട്ടുള്ളൊരു സാധനം ഇത് കാണുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയും. ഇതിൽ അനുവിന് ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിലൊരു ഹാപ്പിനെസ്സും അതിൻ്റെ കൂട്ടത്തിലൊരു ചമ്മലും ഈ ഒരു സാധനമാണ് അനു ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഭയങ്കര നെഗറ്റീവ് കണ്ണോടുകൂടി ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈവൻ ഗ്ലാമി ഗംഗയുടെ ഒരു വിഷയം റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ അടുക്കള പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പത്തെ വ്ളോഗിൽ
പല സാധനങ്ങളും കുക്ക് ചെയ്യുന്ന കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ഈ അടുക്കള അറിയില്ല എന്നുള്ളൊരു സാധനം ഇപ്പം ഇത്ര മോഡേൺ ആക്കി പറയുന്നതാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ആൾ സംസാരിക്കുന്ന ഒരു സാധനമാണിത്. പക്ഷേ അതിനെല്ലാവരും കൂടെ കയറി അയ്യോ എന്ത് എങ്ങനെ അമ്മേ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ ഇതിനിങ്ങോട്ട് ഈ ഓവറാക്കി ഈ ഓവർ ക്യൂട്ട്നെസ് വാരിയിടുന്ന കണ്ട സമയത്ത് ഞാൻ ശരിക്കും ഇങ്ങനെ ഇല്ലടോ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് ആളുടെ ഒരു ഹാപ്പിനെസ്, ആളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അത് നിങ്ങളെല്ലാവരും വൺസ് കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ക്യാമറയിൽ വരുമ്പോൾ ഷൈ ഉണ്ടാവും, പാർട്ണർ കൂടി ഇരിക്കുകയാണ്, പാർട്ണറുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും കാണിച്ചില്ല, പെട്ടെന്ന് കാണിക്കുകയാണ്, എന്താ പറയുക എങ്ങനെയാണ് പറയുക, കാരണം ആൾ നോക്കുന്നു, ആളുടെ വീട്ടുകാർ നോക്കുന്നു, ക്യാമറ ടീം നോക്കുന്നു, അപ്പം ഉണ്ടാവുന്ന ഒരു സാധനം അത്രയേ ഉള്ളൂ. അത് ചില ആൾക്കാർ വീഡിയോന് താഴെ അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്തിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞൊരു സാധനം കേട്ടു, അനു എന്തിനാണ് ആളുടെ വീട്ടിൽ പോയി നേരത്തെ കുക്ക് ചെയ്തത്, ഇതൊക്കെ ഒരു ശരിയായിട്ടുള്ള കാര്യമാണോ, പിന്നെ അനു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞു. പക്ഷേ എടോ ഇന്ന് പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊന്ന് ആലോചിച്ച് നോക്ക്, പെണ്ണ് കാണാൻ വരുന്നു, കാണുന്നു, പോകുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഓഫ് കോഴ്സ് ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് അവർ കാണാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചില കപ്പിൾസ് ലിവിങ് ടുഗദർ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ അതിനൊക്കെ ഒരു മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പലരും ചെക്കൻ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ പോകുന്ന ഒരു ടൈമാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ പെൺകുട്ടിയാണ് ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. അവളാണ് അവിടെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവേണ്ടത്. അവളാണ് പെട്ടെന്നൊരു ദിവസം ആ ഒരു സ്ഥലത്ത് എത്തുന്നത്. അവൾ കുറച്ച് നേരത്തെ അവിടെ പോയി ഒരു 5-6 ദിവസം ലൈക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീട്ടിൽ നിന്നു. സ്പെൻഡ് മീൻസ് ആ വീട്ടിൽ നിന്നു എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ചോദിക്കട്ടെ, അല്ല ഞാൻ നട്ട്സ് ഉണ്ടാകാൻ നോക്കുന്നത് വേണോ? മതി പായസം. വാവ്, ഇന്ന് ടേസ്റ്റ് അമ്മ, നല്ല പായസം, നല്ല ടേസ്റ്റ്. ഞാൻ ഈ സ്ലൈഡ് ഇങ്ങ് തരാം. അപ്പം അമ്മ അത് അത് വെച്ചു ഓർക്കാൻ പറഞ്ഞോ. കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ വന്നു. പെണ്ണ് ചെക്കന് വീട്ടിൽ വരുമ്പോ പാലും പഴവും കൊന്നു. പായസം ആരമ്മ കുക്ക് ചെയ്തേ? കൊള്ളാം. ഇനി ഉണ്ടോ അമ്മ? വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ല പായസം. ആ മതി, ഇനി ഞാൻ കഴിക്കാം. ഉറങ്ങാത്തതിന്റെ പ്രശ്നമാണ്. ഹലോ, ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഒന്നും എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കും ബോറടിച്ചു. അടുത്ത ഹേറ്റ് വരാൻ കാരണമായിട്ടുള്ള ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ അനുമോൾ എന്തിനാണ് അമ്മായിമ്മേനെ ഇത്ര പൊക്കിയടിക്കുന്നത്? അയ്യോ പായസം ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പായസം ഭയങ്കര അടിപൊളി എന്ന് പറയുന്നു. അല്ലെങ്കിൽ പിന്നെന്താ പറഞ്ഞാൽ ഇത്രമാത്രം പറയാൻ എന്താണ് ആ പായസത്തിനുള്ളത്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഓവർ സ്നേഹം കാണിക്കുന്നത്, ഓവർ കെയർ കാണിക്കുന്നത്? എടോ ഞാൻ പറയട്ടെ, അത് ഒന്നാമത് എല്ലാവരും ഒരു ഇത് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള വ്യക്തികളെല്ലാം ഇതൊരു നെഗറ്റീവ് ആംഗിൾ കാണുന്നതുകൊണ്ടാണ്. ഇപ്പം നല്ലൊരു ഫുഡ് ഒരാൾ കുക്ക് ചെയ്ത് തന്നാൽ അയ്യോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് എന്ത് തെറ്റാണുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് ഒരാളെ കുക്ക് ചെയ്ത് തന്നെ ഓഫ് ടേസ്റ്റ് അടിപൊളി സൂപ്പർ വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയലുണ്ട്. അത് പറയുന്നത് നമുക്ക് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. അത് പറയുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ചില അനുവിൻ്റെ ഒരു കുക്ക് വിത്ത് കോമഡിയോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിൽ ചില സമയം അനു ഫുഡ് കഴിച്ചിട്ട് ഇതുപോലെ ഫുഡിനെ ഭയങ്കര പൊക്കി അടിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്ളോഗ്, അതിൽ എനിക്ക് തോന്നുന്നു കപ്പയും മീൻകറിയാണോ എന്തോ ഒരു ഡിഷ് കഴിച്ച് കഴിഞ്ഞാൽ അനു അതിനെ ഭയങ്കര എലാബറേറ്റീവായി പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പോൾ ഒരാളൊരു ഫുഡ് കഴിച്ച് അതിന് ടേസ്റ്റ് ഉണ്ട് അല്ലെ അടിപൊളിയാണ് എന്ന് പറയുന്നതിന് എന്തിന് ഈ ആങ്കിൾ കാണാം? അല്ലെ എന്ത് ചെയ്യണം, ഒരു 10-20 വ്ളോഗ് വരണം. ആ 10-20 വ്ളോഗിലും ഇതേ പെരുമാറ്റമാണ് അനു കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം. അതും പറയാൻ പറ്റില്ല, എന്നാലെങ്കിലും പറയാം ഓവറാക്കുന്നത്. ഇത് ആദ്യത്തെ വ്ളോഗാണ്. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പോൾ ഒരു 10-30 വയസ്സുണ്ടെന്ന് തോന്നുന്നു, അതുവരെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു വീട്ടിലോട്ട് പോകുന്ന ഒരു ഫസ്റ്റ് വ്ളോഗാണ്. ആ വ്ളോഗിൽ ആൾ കാണിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് ഇഷ്ടം. അല്ലാണ്ട് പായസം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം താങ്ക് യു പായസം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണോ? അമ്മ പായസം രസം ഉണ്ടായിരുന്നു, അമ്മ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയും. ചിലർ വളരെ കാഷ്വലായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ചില ഒരു ഇച്ചിരി എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എനർജിയിൽ പറയുന്ന ആളുണ്ട്. അപ്പം അതാണ്. ഇപ്പോൾ ഞാൻ ഈവൻ റീസെൻ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വന്നൊരു വിഷയത്തിൽ ഞാൻ ചിരിച്ച് കളിച്ചല്ല ഞാൻ വീഡിയോ എടുത്തത്. ഞാനവിടെ വീഡിയോ എടുത്തത് എൻ്റെ ഒരു എൻ്റെ അമ്മോ എന്നുള്ളൊരു സാധനമാണ്.
പക്ഷെ അതിനെ എല്ലാവരും വേറെ ഏതോ രീതി കൊണ്ടുപോയി. അപ്പം ഒരു വ്യക്തിയുടെ എക്സൈറ്റ്മെൻറ്റ്, ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ്, ഒരു വ്യക്തിയുടെ ചില ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഒരു ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ഡസൻ മീൻ അവരതൊരു ഓവറാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുക, അല്ലെ ഇല്ലാത്തൊരു സാധനം ഇതാക്കുക എന്നുള്ളൊരു രീതിയിൽ കാണണ്ട. അത് അങ്ങനെയുള്ളൊരു സാധനങ്ങൾ കണ്ടിന്യൂസ് ആയി കാലങ്ങളോളം കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് ദി ഫസ്റ്റ് ഡേ, ദി ഫസ്റ്റ് വ്ളോഗ്, അപ്പം ഒന്ന് അങ്ങനെ ചിന്തിച്ച് നോക്കും. ഇനി അനു റിയാക്ട് ചെയ്ത ഈ വ്ളോഗിൻ്റെ ഇടയിൽ അനു റിയാക്ട് ചെയ്ത ഒരു സാധനമുണ്ട്, അത് കേൾപ്പിച്ചു പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? ഡിലീറ്റ് ചെയ്താ? അവൻ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെയും പൂവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെപ്പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും പൂവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണോ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ? എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ്റെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ച് കണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്ത് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല, വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കല്യാണം കഴിച്ച് ഒരു പാർട്ട്ണറെ കൂടെ ജീവിക്കുന്ന സമയത്ത് അവിടെ വേറൊരു മുഖം വെച്ചിട്ട് വേറൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ബാഡ്. ഓഫ് കോഴ്സ് അനുവിനെ സംബന്ധിച്ച് ഒരു കല്യാണം അനുവും ഭുവനും തമ്മിലാണെങ്കിൽ അവിടെ 2 കുടുംബത്തിൻ്റെ ഒരു കണക്ഷനും കൂടി ഉണ്ട്. ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു വിയേർഡ് ഫീൽ വരും, അതൊരു ഫാമിലിയിൽ ഒരു ടോക്കാവും, അനുവിൻ്റെ ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള കോണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമേ പറയാനുള്ളൂ. അപ്പം അനുവിൻ്റെ ഈ വിവാഹം കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് പേര് അത് എടുത്തുകൊണ്ട് സംസാരിച്ചെങ്കിലും ഞാൻ സംസാരിക്കാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടും സംസാരിക്കും, പക്ഷേ ആൾക്കാർ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും തുടങ്ങി നെഗറ്റീവ് അത് ഇതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ചിട്ട് എടുത്ത് ഒരിക്കലും സംസാരിക്കാത്തത്. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് തുടങ്ങിയപ്പോൾ ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇതിനെ വളരെ നെഗറ്റീവ് രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ് സംസാരിക്കുന്നതെന്ന് ചിലപ്പോൾ ഫസ്റ്റ് ബൈറ്റിൽ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ട് പോകുന്ന ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് സെൻസ് ഒരിക്കലും ഇതിൽ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്തൊരു മോശമാണെന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനത്തെയൊക്കെ ഒരു കമൻറ്റ് ഇടുന്നത്. കാരണം ഞാൻ അതാ പറഞ്ഞത്, കമൻറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയും ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും ചില നേരങ്ങളിൽ നമുക്ക് ഈ കമൻറ്റൊക്കെ ഹേർട്ടാവും. ആളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 5 ദിവസത്തിനിടയിൽ കേൾക്കുകയാണ് ഇനി എത്ര കാലം പോകും, ഇനി എന്ന് ഡിവോഴ്സ് ആവും, തമിഴനല്ലേ നിൻ്റെ ഇതുകൊണ്ട് പൊയ്ക്കോളും പറ്റിച്ചോളും. ഇത് കാണുമ്പോഴുള്ള പുള്ളിയുടെ അവസ്ഥയോ? അനുവിന് പിന്നെ പറയാം ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി ഒരു സൈബർ അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജ് പോയതുകൊണ്ട് അനുവിന് ഇത് ചിലപ്പം അനു ഓവർകം ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടാവും.
പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടിയല്ല കടന്നു പോകുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു സാധനം എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ടൈപ്പ് ഓഫ് കമൻറ്റ് ഇടുന്ന ആൾ. പിന്നെ ഒരാളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും, അവർക്ക് എത്ര നല്ല പാർട്ട്ണറെയാണ് കിട്ടുക, അല്ലെങ്കിൽ പാർട്ട്ണറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. തല വിധിയാണ്, വിധിച്ച പോലെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കമൻസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പം അനു ഇതിൽ പറഞ്ഞ അടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നെ അനു ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർക്കുള്ള റിപ്ലൈ ആണ്. അപ്പം നമ്മളൊരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് എന്താ ഇടുന്നേ എന്നുള്ളൊരു ആംഗിൾ നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കമൻറ്റ് ഇടാൻ ശ്രമിക്കുക എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം അത് ഞാൻ ഇട്ടാൽ അത് എത്രത്തോളം ഹേർട്ടും. ഞാൻ പല ഫോട്ടോസിൻ്റെയും പല വീഡിയോസിൻ്റെയും പലതിൻ്റെയും താഴെ വരുന്ന കുറേ കമൻസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന ചില കമൻസുകൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാ കമൻറ്റും വളരെ പോസിറ്റീവാണ്, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ചിലതൊക്കെ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ഹേർട്ടാവും. പക്ഷേ ദറ്റ്സ് ഇറ്റ്, ആ റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടോട്ട് പോവുക എന്നുള്ള ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടും അനുവിൻ്റെ പെർസ്പെക്റ്റീവിൽ അനു പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഐ എം നോട്ട് സെയിങ് ഇതോടുകൂടി കമൻറ്റ് തീരുമെന്നൊന്നും പറയുന്നില്ല. ഇത് കണ്ടിട്ട് ഇതിൽ ഇറിറ്റേറ്റഡ് ആയി ഇതിനെ കയറി പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ആളുടെ ലൈഫിൽ ഒരു ഹാപ്പിയസ്റ്റ് കാര്യമാണ് നടന്നത്. ലെറ്റ് ഹർ അത് ഹാപ്പിയായി എൻജോയ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക പീസ്ഫുള്ളി. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റർ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.